2018 ജനുവരി 10 ജമ്മു കാശ്മീരിലെ കത്വ മേഖലയിൽ റസാന എന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ മുഹമ്മദ് യൂസഫ് ബുജ്വാല എന്നയാളും ഭാര്യ നസീമ ബീവിയും താമസിച്ചു വരികയായിരുന്നു. അവർക്കൊപ്പം 8 വയസ്സുള്ള ഒരു കുഞ്ഞു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ആസിഫ. പക്ഷെ ആസിഫ അവരുടെ സ്വന്തം മകളല്ല. മുൻപൊരു കാർ അപകടത്തിൽ അവരുടെ 2 പെൺമക്കളും മരിച്ചുപോയി. ആ ദുഃഖത്തിന് ശേഷം നസീമ ബീവിയുടെ സഹോദരന്റെ മകളായ ആസിഫയെ അവർ ദത്തെടുത്തു. ആസിഫയ്ക്ക് കുതിരകളോട് വലിയ ഇഷ്ടമായിരുന്നു. അതിനാൽ അവരുടെ വീട്ടിൽ ആടുകളും പശുക്കളും കുതിരകളും ഉണ്ടായിരുന്നു. അവയെ വളർത്തി അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് ആ കുടുംബം ജീവിത ചിലവുകൾ നടത്തിയത്. ആസിഫയുടെ ജോലി കുതിരകളെ മേച്ചിലിന് കൊണ്ടുപോയി വീണ്ടും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക. അവൾ ആ ജോലി വളരെ സ്നേഹത്തോടെയാണ് ചെയ്തിരുന്നത്. അന്നും ആസിഫ പതിവ് പോലെ കുതിരകളെ മേച്ചിലിന് കൊണ്ടുപോയി. വൈകിട്ട് 4 മണിയോടെ കുതിരകൾ ഓരോന്നായി വീട്ടിലേക്ക് എത്തി തുടങ്ങി. ഒരു ഘട്ടത്തിൽ എല്ലാ കുതിരകളും വീട്ടിലെത്തി. പക്ഷേ ആസിഫ മാത്രം തിരിച്ചെത്തിയില്ല. ആസിഫയുടെ അമ്മ ഇപ്പോൾ ഭയന്നു പോയി. ഈ വിവരം അവൾ ഭർത്താവിനോട് പറഞ്ഞു. അദ്ദേഹം ചില ആളുകളെയും കൂട്ടി കാടിനുള്ളിൽ തിരച്ചിൽ ആരംഭിച്ചു. രാത്രി മുഴുവനും അവർ തിരഞ്ഞു. പക്ഷേ ആസിഫയെ കണ്ടെത്താനായില്ല. സാധാരണയായി നിങ്ങൾ കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? പച്ചപ്പാടങ്ങൾ, മലനിരകൾ, സുന്ദരമായ പ്രകൃതി, അതോടൊപ്പം അപകടം നിറഞ്ഞൊരു താഴ്വര എന്ന ചിന്ത. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണം എന്ന തോന്നലുമുണ്ട്. അതേസമയം ചിലർക്ക് അവിടെ പോരാട്ടങ്ങളും ഭീകരാക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും മാത്രമേ മനസ്സിൽ വരൂ. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജമ്മു ആൻഡ് കാശ്മീർ എന്ന പേര് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് ഒരേ ഒരു മുഖം മാത്രം, 8 വയസ്സുള്ള ആസിഫ. 2018 കാശ്മീർ മാത്രമല്ല, മുഴുവൻ ഇന്ത്യയും ആസിഫയെ കുറിച്ചാണ് സംസാരിച്ചത്. അതുമാത്രമല്ല, ലോകത്തിലെ ശക്തമായ രാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻസും അവളുടെ പേരെടുത്തു പറഞ്ഞു. ഒരു ചെറിയ ഗ്രാമത്തിൽ കാണാതായ ഒരു 8 വയസ്സുകാരി. എന്തുകൊണ്ടാണ് ആ കുട്ടി മുഴുവൻ രാജ്യത്തിന്റെയും സംഭാഷണ വിഷയമായത്? ആസിഫയ്ക്ക് എന്ത് സംഭവിച്ചു? ഇന്ന് ഈ ഒരു കേസിന്റെ സ്ഥിതി എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കേസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസവും കൃത്യം 6 മണിക്ക് നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യുക. ജമ്മു ആൻഡ് കാശ്മീർ ഇന്നൊരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും 2019 വരെ അതൊരു സംസ്ഥാനമായിരുന്നു. ജമ്മുവിനും കാശ്മീരിനും ഇടയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഭൂമിശാസ്ത്രം, സമൂഹ ഘടന, ആചാരങ്ങൾ, ജീവിതശൈലി എല്ലാം തന്നെ വ്യത്യാസം. ജമ്മുവിൽ ഹിന്ദുക്കളാണ് അധികം. കാശ്മീരിൽ മുസ്ലിം ജനസംഖ്യയാണ് കൂടുതൽ. എങ്കിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മുവിലെ കത്വ ജില്ലയിൽ ബക്കർവാൽ എന്ന മുസ്ലിം സമൂഹം താമസിച്ചു വരികയായിരുന്നു. ഈ ഒരു സമൂഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സ്ഥിരമായി ഒരിടത്ത് താമസിക്കാറില്ല. ഈ കത്വ മേഖലയിൽ അവർ 6 മാസത്തെ ലീസിന് ഭൂമി എടുത്ത് അവിടെ ആടുകളെയും പശുക്കളെയും മേയിച്ച് ജീവിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ബക്കർവാൽ സമൂഹത്തിലെ മുഹമ്മദ് യൂസഫ് ബുജ്വാലയും ഭാര്യ നസീമ ബീവിയും. അവർ ലീസിന് ഭൂമിയെടുത്ത് ആടുകളെയും പശുക്കളെയും മേച്ച് അതിലെ വരുമാനത്തിലൂടെയാണ് ജീവിതം നയിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ 2018 ജനുവരി മാസം 10 സമയം ഉച്ചയ്ക്ക് 12:30 മേച്ചിലിന് പോയ കുതിരകളെ നോക്കാനായി 8 വയസ്സുള്ള ആസിഫ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും പോയി. പിന്നീട് മേച്ചിലിന് പോയ കുതിരകൾ വീട്ടിലേക്ക് തിരികെ എത്തിയെങ്കിലും ആസിഫ മാത്രം തിരികെ വന്നില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെ ചിലർ ആസിഫയെ കണ്ടതായി പറഞ്ഞു. പക്ഷെ അതിനുശേഷം ആരും അവളെ കണ്ടിട്ടില്ല. ആസിഫയുടെ അച്ഛനും മറ്റുള്ളവരും രാത്രി മുഴുവനും കാടിനുള്ളിൽ തിരച്ചിൽ നടത്തി. എന്നാൽ ഒരു ഫലം ഉണ്ടായില്ല. ഒടുവിൽ അവരുടെ അവസാന പ്രതീക്ഷയായി അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകി. പക്ഷെ പോലീസ് പരാതി സ്വീകരിച്ചില്ല. നാളെ വരുമെന്ന് പറഞ്ഞ് അവരെ തിരികെ അയച്ചു. അന്ന് പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് ആ കുടുംബത്തിന് മനസ്സിലായില്ല. പോലീസിൽ നിന്നും ഇത്തരം ഒരു മറുപടി പ്രതീക്ഷിക്കാത്ത ആസിഫയുടെ മാതാപിതാക്കൾ മനസ്സ് തകർന്നുപോയി. എന്നാലും അവർ വീണ്ടും തങ്ങളുടെ കുഞ്ഞിനെ തിരയാൻ തുടങ്ങി. അപ്പോൾ പോലീസ് പറഞ്ഞത്, നിങ്ങളുടെ മകൾ ഒരാളോടൊപ്പം ഓടിപ്പോയിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു ആൺകുട്ടി ഈ ഗ്രാമത്തിൽ കാണാതായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. ഒരു 8 വയസ്സുള്ള കുഞ്ഞിനെ കുറിച്ച് ഇത്ര ഭീകരമായ വാക്കുകളാണ് അവർ പറഞ്ഞത്. ആസിഫയുടെ മാതാപിതാക്കളുടെ ഹൃദയം തന്നെ തകർന്നുപോയി. എങ്കിലും മറ്റൊരു വഴിയുമില്ലാതെ അവർ വീട്ടിലേക്ക് മടങ്ങി. പോലീസിന്റെ അനാസ്ഥ തുടർന്നപ്പോൾ ആസിഫയുടെ അച്ഛൻ മുഹമ്മദ് യൂസഫ് ബന്ധുക്കളെ വിളിച്ച് ഹൈവേയിൽ പ്രതിഷേധം നടത്തി.
ഇതിനുശേഷം മറ്റു വഴിയില്ലാതെ അവർ ഈ കേസ് കൈകാര്യം ചെയ്യാനായി ദീപക് ഖജൂരി എന്നയാളെയും മറ്റൊരാളെയും നിയമിച്ചു. ഈ പേര് നിങ്ങളിപ്പോൾ ഓർത്തു വച്ചിരിക്കുക, പിന്നീട് ഇത് വളരെ പ്രധാനമാണ്. എന്നാലും കേസിൽ ഒരു ചെറിയ പുരോഗതി പോലും ഉണ്ടായില്ല. മകളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതെ ആസിഫയുടെ മാതാപിതാക്കൾ ഓരോ ദിവസവും നരകം അനുഭവിച്ചു. പിന്നീട് 2018 ജനുവരി മാസം 17 അന്നത്തെ ദിവസം രാവിലെ ആസിഫയുടെ അച്ഛൻ വീടിന് മുന്നിൽ ദുഃഖത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അയൽവാസി ഓടി വന്നു. അവൻ പറഞ്ഞത്, നിങ്ങളുടെ മകളെ കണ്ടെത്തി. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയാൻ തുടങ്ങി. പക്ഷേ അടുത്ത വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. കാടിലെ ഒരു പൊന്തക്കാട്ടിൽ ആസിഫയുടെ ശരീരം കണ്ടെടുത്തുവെന്ന്. ആസിഫയുടെ അച്ഛന് എന്തോ സംഭവിച്ചുവെന്ന് ഉള്ളിൽ നിന്നും അറിയാമായിരുന്നു. അദ്ദേഹം ആ പ്രദേശത്തേക്ക് ഓടിയെത്തി. അവന്റെ പിന്നാലെ ഭാര്യയും ആസിഫ ആസിഫ എന്ന് വിളിച്ചുകൊണ്ട് ഓടി. വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള ഒരു കാട്ടിലെ പൊന്തക്കാട്ടിൽ ആസിഫയുടെ മൃതദേഹം കണ്ടെത്തി. ആ കാഴ്ച കണ്ടാൽ ഒരു കല്ലിന് പോലും കരയേണ്ടി വരും. അത്രത്തോളം ഭീകരമായിരുന്നു അത്. ആസിഫയുടെ 2 കാലുകളും ഒടിഞ്ഞിരിക്കുന്നു. ശരീരം മുഴുവനും രക്തം, നഖങ്ങൾ കറുത്തിരിക്കുന്നു. ശരീരം നീല നിറമായി മാറിയിട്ടുണ്ട്. വസ്ത്രത്തിൽ ചളിയും രക്തവും എല്ലാം കലർന്നിട്ടുണ്ട്. തല ചതച്ചിരിക്കുന്നു, കഴുത്ത് ഞെരിച്ച നിലയിൽ, അവളുടെ സ്വകാര്യ ഭാഗം അത്യന്തം ക്രൂരമായി നശിപ്പിച്ച നിലയിൽ. ഈ കാഴ്ച കണ്ടതോടെ എല്ലാവരുടെയും ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ഇതൊരു ദുസ്വപ്നമാവണം എന്ന് എല്ലാവരും ആശിച്ചു. ഉടൻ തന്നെ വിവരം പോലീസിന് ലഭിച്ചു. ആസിഫയുടെ മൃതദേഹം ജില്ലാ സർക്കാർ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഫോറൻസിക് സംഘം കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും എല്ലാ തെളിവുകളും ശേഖരിച്ചു. പക്ഷേ ആസിഫയുടെ മൃതദേഹം കണ്ടെത്തിയ ശേഷം പോലീസിന് ഈ കേസിൽ പ്രത്യേക ഒരു താല്പര്യം പോലും കാണിക്കാൻ തോന്നിയില്ല. അതിനാൽ 2018 ജനുവരി മാസം 22 ഈ കേസ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതോടെ വലിയ തടസ്സങ്ങളുണ്ടായി. കൊല്ലപ്പെട്ട കുട്ടി മുസ്ലിമായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായത് ഹിന്ദു ആയിരുന്നു. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ മിക്കവാറും മുസ്ലിംസ് ആയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഈ അന്വേഷണം നിഷ്പക്ഷമല്ല എന്ന് ചിലർ ആരോപണം ഉന്നയിച്ചു. ഈ കേസിൽ ആകെ 8 പേരെ അറസ്റ്റ് ചെയ്തു. അവരിൽ ഒരാൾ 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, അറസ്റ്റിലായ 8 പേരിൽ 4 പേർ പോലീസുകാരായിരുന്നു. അറസ്റ്റ് ചെയ്യുന്നവരും അറസ്റ്റിലാകുന്നവരും ഒരേ പോലീസ് വകുപ്പിൽ നിന്നുള്ളവർ. 2018 ഏപ്രിൽ മാസം 9 കത്വ കോടതിയിൽ ഈ 8 പേർക്കെതിരെ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ അന്വേഷണ സംഘം എത്തി. പക്ഷെ അവിടെ അഭിഭാഷകർ പ്രതിഷേധിച്ചു. പോലീസിനെ കോടതിയിൽ പ്രവേശിപ്പിക്കാൻ അവർ അനുവദിച്ചില്ല. പോലീസ് എത്ര ശ്രമിച്ചാലും കോടതിക്കുള്ളിൽ കടക്കാൻ കഴിയില്ല. ആ സമയം കൊലയാളികളെ പിന്തുണച്ച് ഒരുപാട് പേർ എത്തിയിരുന്നു. അവസാനം പോലീസ് ജഡ്ജിയുടെ വീട്ടിൽ തന്നെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. ഇതിന് പിന്നാലെ കൊലയാളികളെ പിന്തുണച്ച് വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ആ പ്രതിഷേധത്തിൽ ഭരണകക്ഷിയിലെ 2 മന്ത്രിമാരും പങ്കെടുത്തു. ഒരു യുവതി, അവരെ വിട്ടയച്ചില്ല എങ്കിൽ ഞാൻ സ്വയം തീ കൊളുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിലേറ്റവും ലജ്ജാകരമായ കാര്യം, ഇന്ത്യൻ പതാക കയ്യിൽ പിടിച്ച് കൊലയാളിയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഇതേസമയം ആസിഫയുടെ കുടുംബത്തിനും ജീവന് ഭീഷണി ഉണ്ടായതിനാൽ കോടതി അവർക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടു. ആസിഫയ്ക്ക് നീതിക്കായി വാദിച്ച സ്ത്രീ അഭിഭാഷകയ്ക്കും ജീവന് ഭീഷണി ഉണ്ടായി. അതുമാത്രമല്ല, നിന്നെ ബലാത്സംഗം ചെയ്യുമെന്നും ഭീഷണികളുണ്ടായി. ഇതെല്ലാം പരിഗണിച്ച് സുപ്രീം കോടതി ഈ ഒരു കേസ് പഞ്ചാബ് സംസ്ഥാനത്തിലേക്ക് മാറ്റി. മാത്രവുമല്ല, അന്വേഷണ സമയത്ത് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം നിഷേധിച്ചു. മുഴുവൻ അന്വേഷണവും വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു. ഇത്രയധികം ഭീഷണികളും പ്രതിഷേധങ്ങളും കൊലയാളികൾക്ക് ലഭിച്ച പൊതു പിന്തുണയും ഇവയെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടാകും അല്ലേ? സാധാരണയായി ഈ പ്രതിഷേധങ്ങൾ ഇരയ്ക്ക് വേണ്ടിയല്ലേ നടക്കാറുള്ളത്? പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് കൊലയാളികൾക്ക് പിന്തുണ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കത്വ മേഖലയിൽ ഹിന്ദു ജനസംഖ്യ കൂടുതലാണ്. അതേസമയം മുസ്ലിം ബക്കർവാൽ സമൂഹം അവിടെ താമസിച്ചിരുന്നു. അവർ മുൻപ് പറഞ്ഞതുപോലെ ഹിന്ദുക്കളിൽ നിന്നും ലീസിന് ഭൂമി എടുത്ത് മൃഗങ്ങളെ മേയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ കാലപ്പോക്കിൽ അവർ സ്വയം പണം സമ്പാദിക്കാൻ തുടങ്ങി. പിന്നീട് അവർ തന്നെ അവിടെ സ്വന്തമായി ഭൂമി വാങ്ങാൻ തുടങ്ങി. ആസിഫയുടെ കുടുംബവും അങ്ങനെയുള്ളവരിൽ ഒരാളായിരുന്നു. ഇതൊന്നും ഒരു പ്രത്യേക വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇവരെ എല്ലാം ഇവിടെ നിന്നും പുറത്താക്കണമെന്നവർ തീരുമാനിച്ചിരുന്നു. ഈ ബക്കർവാൽ സമൂഹത്തിന് ഒരിക്കലും ലീസിന് ഭൂമി നൽകാൻ പാടില്ല എന്ന് ഹിന്ദുക്കളോട് പ്രചാരണം നടത്തി. ഇതിനെതിരെ ഏറ്റവും സജീവമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു സഞ്ജിറാം, വിരമിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒരു ക്ഷേത്രത്തിന്റെ സൂപ്രണ്ടായും അയാൾ പ്രവർത്തിച്ചിരുന്നു.
മുസ്ലിം സമൂഹത്തോട് വളരെ നാളായി വൈരാഗ്യമുള്ള ഒരാൾ. ഇങ്ങനെയിരിക്കെ കാടിനുള്ളിൽ പതിവായി കുതിരകൾ മേയിച്ചിരുന്ന ആസിഫയെ അവർ ശ്രദ്ധിച്ചു. പ്രതികാരം എന്ന പേരിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലണമെന്നവർ തീരുമാനിച്ചു. 2018 ജനുവരി മാസം 7 ഈ സഞ്ജിറാം തന്റെ അനന്തരവനെ, അതായത് സഹോദരിയുടെ മകനെ വിളിച്ചു. അവന്റെ സ്വഭാവം ഇതിനകം മോശമായതിനാൽ വീട്ടിൽ നിന്നും അവനെ പുറത്താക്കിയിരുന്നു. പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും എല്ലാം അറിയുന്നൊരു വയസ്സ് തന്നെയായിരുന്നു. സഞ്ജിറാം അവനോട് പറഞ്ഞു, നമ്മുടെ വീടിനടുത്തുള്ള കാട്ടിൽ ഒരു ചെറിയ പെൺകുട്ടി കുതിരകൾ മേയിച്ചുകൊണ്ടിരിക്കും, അവളെ നീ തട്ടിക്കൊണ്ടുവരണം. ആ കുട്ടിയാണ് 8 വയസ്സുള്ള ആസിഫ. അങ്ങനെ 2018 ജനുവരി മാസം 8 ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടി തന്റെ സുഹൃത്തായ പർവേഷ് കുമാർ എന്ന പയ്യനോടൊപ്പം തട്ടിക്കൊണ്ടുപോകൽ പദ്ധതി തയ്യാറാക്കി. 2018 ജനുവരി മാസം 9 ഇവരുടെ പദ്ധതി പ്രകാരം അവർ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വാങ്ങി. അടുത്ത ദിവസം പദ്ധതി നടപ്പിലാക്കാൻ സജ്ജരായി. അങ്ങനെ ജനുവരി മാസം 10 ഉച്ചയ്ക്ക് ശേഷം ആ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയും അവന്റെ സുഹൃത്ത് പർവേഷ് കുമാറും കാടിനുള്ളിൽ ആസിഫയെ കണ്ടു. ആസിഫയെ അറിയാതെ അവർ ഈ കുതിരകളെല്ലാം മറ്റൊരു ദിശയിലേക്ക് ഓടിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആസിഫ തന്റെ കുതിരകളെ തിരയാൻ തുടങ്ങി. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 2 മണി. ഈ സമയത്ത് ഒരു സ്ത്രീയോട് ആസിഫ കുതിരകളെക്കുറിച്ച് ചോദിക്കുന്നതും ഇവർ കണ്ടു. അല്പസമയത്തിന് ശേഷം ഇവർ ആസിഫയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, നീ കുതിരകളെ തിരയുകയാണോ? അവ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, വാ ഞങ്ങൾ കാണിച്ചു തരാം എന്ന്. അങ്ങനെ പറഞ്ഞ് അവർ ആസിഫയെ കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ആസിഫയെ കൊണ്ടുപോകുന്നതിനിടെ അവർ സഞ്ജിറാമിന് ഫോൺ ചെയ്തിരുന്നു. ഈ കുട്ടിയെ ഞങ്ങൾ തട്ടിക്കൊണ്ടുവന്നു എന്നറിയിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയതോടെ ആസിഫ വളരെ ഭയന്നു. ഉടൻ തന്നെ അവർ ആസിഫയുടെ തലയിൽ അടിച്ചു. അവളുടെ വായിൽ മയക്കുമരുന്നിട്ടു. ബോധം നഷ്ടപ്പെട്ടതോടെ അവൾ 8 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞാണെന്ന് പോലും പരിഗണിക്കാതെ അവർ അവളെ അവിടെ വച്ച് തന്നെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവളുടെ ശരീരം പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി, മുഖം മാത്രം ശ്വാസമെടുക്കാൻ വിടുകയും ചെയ്തു. പിന്നീട് ആസിഫയെ സഞ്ജിറാം സൂപ്രണ്ടായിരുന്ന ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവളെ ആ ക്ഷേത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു. അവൾക്ക് ബോധം വരുമ്പോഴെല്ലാം വീണ്ടും മയക്കുമരുന്ന് നൽകി. 2018 ജനുവരി മാസം 11 മകൾക്കായി എല്ലായിടത്തും തിരഞ്ഞു നടന്ന ആസിഫയുടെ അച്ഛൻ അവസാനം സഞ്ജിറാമിനെയും കണ്ടിരുന്നു. സഞ്ജിറാമിനോട് ആസിഫയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, ഒരു പക്ഷെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും, നിങ്ങൾ നന്നായി തിരഞ്ഞു നോക്കൂ എന്നും അയാൾ പറഞ്ഞു. അന്നേ ദിവസം തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി സഞ്ജിറാമിന്റെ മകനായ വിശാൽ ജംഗോത്രയെ വിളിച്ചു. വിശാൽ ഉത്തർപ്രദേശിലെ മീററ്റിൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ വന്നാൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു. അച്ഛനെ പോലെ തന്നെയുള്ള ആ ഒരു മൃഗം അടുത്ത ദിവസം തന്നെ അവിടെ എത്തി. ക്ഷമിക്കണം, മൃഗങ്ങളെ ഇവരുമായി താരതമ്യം ചെയ്യുന്നത് മൃഗങ്ങൾക്ക് തന്നെ അപമാനമാണ്. അങ്ങനെ 2018 ജനുവരി മാസം 12 വിശാൽ മീററ്റിൽ നിന്നും കത്തുവയിലേക്ക് വന്നു. മീററ്റും കത്തുവയും തമ്മിൽ ഏകദേശം 500 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ക്രൂരകൃത്യം ചെയ്യാനായി അവൻ അത്രയും ദൂരം യാത്ര ചെയ്തു വന്നു. സഞ്ജിറാമിനൊപ്പം അവൻ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. ആ രാത്രി മുഴുവനും അവർ ആസിഫയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അവരുടെ ആ ക്രൂരത തൃപ്തിയായപ്പോൾ സഞ്ജിറാം പറഞ്ഞു, ഇനി ഇവളെ കൊല്ലേണ്ട സമയം വന്നുവെന്ന്. അവർ ആസിഫയെ ഒരു ചെറിയ പാലത്തിനടിയിലേക്ക് കൊണ്ടുപോയി. കൊല്ലുന്നതിന് മുൻപ് ദീപക് കച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പോലീസ് സംഘം അവിടെ എത്തി. പോലീസിനെ കണ്ടിട്ടും അവർ ഭയപ്പെട്ടില്ല, മറിച്ച് പുഞ്ചിരിച്ചു. എത്തിയ ഈ പോലീസ് ഓഫീസർ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ തന്നെ വിശ്വസിക്കില്ല, എനിക്കും അവളെ ബലാത്സംഗം ചെയ്യണമെന്ന്. അവനും എല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു. ഈ ദീപക് ഖജൂരിയ എന്ന പോലീസ് ഓഫീസറും ഈ കുറ്റകൃത്യത്തിലെ ഒരു പ്രതിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്തുകൊണ്ടാണ് പോലീസ് ആസിഫയുടെ മാതാപിതാക്കളോട് അങ്ങനെ പെരുമാറിയത് എന്ന്. ആ പോലീസ് ഓഫീസർ ആ 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു. പിന്നീട് ആ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി അവൻ വീണ്ടും ബലാത്സംഗം ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ടും ആസിഫയ്ക്ക് അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ദീപക് കച്ചൂരിയ അവളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും അവളുടെ ജീവൻ പോയില്ല. പിന്നെ ആ ചെറിയ ആൺകുട്ടി ഒരു കല്ലെടുത്ത് 2 പ്രാവശ്യം ആസിഫയുടെ തലക്കടിച്ചു. അപ്പോൾ തന്നെ അവളുടെ ജീവൻ പോയി. ഇതിലേറ്റവും ഭീകരമായ കാര്യം, അവൾക്ക് ബോധം വന്നാൽ ഓടിപ്പോകാതിരിക്കാൻ മുൻകൂട്ടി അവളുടെ 2 കാലുകളും ഒടിച്ചു. ക്ഷേത്രത്തിൽ രക്തമോ മൂത്രമോ വീണാൽ പിടിക്കപ്പെടും എന്നതിനാൽ അവളെ പ്ലാസ്റ്റിക് കവറിൽ കിടത്തുകയായിരുന്നു. ആ 4-5 ദിവസങ്ങളിൽ ആ കുഞ്ഞിന് ഒരു തുള്ളി ഭക്ഷണം പോലും അവർ നൽകിയില്ല. അവളെ ബോധം കെടുത്തി തുടർച്ചയായ ബലാത്സംഗം ചെയ്തു. ഇത്രയും ഭീകരമായ കാര്യങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുമ്പോൾ അതേ ക്ഷേത്രത്തിൽ പൂജയും നടന്നിരുന്നു. അവളെ വളരെ സൂക്ഷ്മമായി അവർ ക്ഷേത്രത്തിൽ ഒളിപ്പിച്ചു.
ക്ഷേത്രത്തിൽ വന്നവർക്ക് ആസിഫ എവിടെ ഉണ്ടെന്ന കാര്യം അറിയാതിരിക്കാം, പക്ഷേ ദൈവത്തിനും അറിയില്ലായിരുന്നോ? ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ആസിഫയുടെ അച്ഛൻ എല്ലായിടങ്ങളിലും തിരഞ്ഞ് അവിടെയും എത്തിയിരുന്നു, പക്ഷെ ക്ഷേത്രത്തിനുള്ളിൽ അദ്ദേഹം തിരഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ തിരയാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ക്ഷേത്രം ഒരു പവിത്രമായ സ്ഥലമാണ്, അവിടെ എൻ്റെ മകളെ ഒളിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്ന്. മറ്റൊരു മതത്തിൽപ്പെട്ടവനായിട്ടും അദ്ദേഹത്തിനുണ്ടായ ആ ഒരു വിശ്വാസം. എന്നാൽ ഈ ദുഷ്ടന്മാർക്ക് അതൊന്നും തന്നെ ഇല്ലായിരുന്നു. തൻ്റെ മകൾ ക്ഷേത്രത്തിനുള്ളിൽ ജീവന് വേണ്ടി പൊരുതുമ്പോൾ അച്ഛൻ ഒരല്പദൂരം മാത്രം അകലെയായിരുന്നു, മകളെ അന്വേഷിച്ചുകൊണ്ട്. ഇത് ഓർത്തു നോക്കുമ്പോൾ ആരുടെയും കണ്ണുനീർ തടയാനാകില്ല. ഈ കേസിൽ കൊലയാളിയുടെ പക്ഷത്ത് പല പ്രമുഖരും അഭിഭാഷകരും നിന്നു. ആദ്യമായി ഈ കുറ്റം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മേൽ ചുമത്താൻ അവർ ശ്രമിച്ചു. പക്ഷെ ആ പദ്ധതി പരാജയപ്പെട്ടതോടെ സഞ്ജിറാമിന്റെ അനന്തരവനെ കൊലയാളിയായി കാണിച്ചാൽ അവൻ വേഗത്തിൽ ജയിൽ മോചിതനാകും എന്നൊരു പദ്ധതി അവർ തയ്യാറാക്കി. പക്ഷേ അവനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഒരാളിന് പിന്നാലെ മറ്റൊരാളായി എല്ലാവരും പിടിയിലായി. സഞ്ജിറാം പറഞ്ഞത് ബക്കർവാൽ മുസ്ലിം സമൂഹത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന്. സഞ്ജിറാമിന്റെ മകനായ വിശാൽ ജങ്കോത്ര പറഞ്ഞത്, ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ മീറത്തിൽ പരീക്ഷ എഴുതുകയായിരുന്നു എന്ന്. എന്നാൽ അന്ന് അവൻ എഴുതിയ പരീക്ഷാ പേപ്പറിലെ കൈയെഴുത്ത് അവന്റെ കൈയെഴുത്തുമായി ഒട്ടും തന്നെ മാച്ച് അല്ല എന്ന് സ്ഥിരീകരിച്ചു. ഇത് CCTV ദൃശ്യങ്ങളിലൂടെ പോലീസ് തന്നെ തെളിയിച്ചു. ഈ കേസിൽ ആകെ 8 പേരെ അറസ്റ്റ് ചെയ്തു. ക്ഷേത്ര സൂപ്രണ്ടായ സഞ്ജിറാം, പോലീസ് ഓഫീസറായ ദീപക് ഖജൂരിയ, സഞ്ജിറാമിന്റെ മകൻ വിശാൽ ജങ്കോത്ര, 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടി, അവന്റെ സുഹൃത്ത് പർവേഷ് കുമാർ, ഇവനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഹെഡ് കോൺസ്റ്റബിൾ തിലക് രാജ്, സബ് ഇൻസ്പെക്ടർ അരവിന്ദ് ദത്ത, പോലീസ് ഉദ്യോഗസ്ഥൻ സുരേഷ് വർമ്മ. ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ചിൽഡ്രൻസ് റീഫോർമേറ്ററി സ്കൂളിലേക്ക് മാറ്റി. 2019 ജൂൺ മാസം 10 മറ്റുള്ളവരുടെ വിധി പ്രഖ്യാപിച്ചു. തെളിവുകളുടെ കുറവിനെ തുടർന്ന് വിശാൽ ജങ്കോത്രയെ റിലീസ് ചെയ്തു. എന്നാൽ സഞ്ജിറാം, ദീപക് ഖജൂരിയ, പർവേഷ് കുമാർ ഇവർക്കെതിരെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിന് 25 വർഷത്തെ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചു. ഹെഡ് കോൺസ്റ്റബിൾ തിലക് രാജ്, സബ് ഇൻസ്പെക്ടർ അരവിന്ദ് ദത്ത, സുരേഷ് വർമ്മ ഇവർ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനും കൊലയാളിയെ സംരക്ഷിക്കുകയും ചെയ്തതിനാൽ 5 വർഷം തടവ് ശിക്ഷയായി നൽകി. നിങ്ങൾക്കറിയാമോ ഈ 3 പേർ എന്താണ് ചെയ്തത് എന്ന്? ആസിഫയുടെ വസ്ത്രങ്ങൾ കഴുകി ഫോറൻസിക് ടീമിന് നൽകി. മറ്റു തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിന് അവർ 5 ലക്ഷം രൂപയാണ് കൈക്കൂലി സ്വീകരിച്ചത്. എങ്കിലും ഫോറൻസിക് ടീം ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. മറ്റ് തെളിവുകളുടെ സഹായത്തോടെ കുറ്റകൃത്യം ക്ഷേത്രത്തിനുള്ളിൽ നടന്നുവെന്നും എങ്ങനെയാണ് ആസിഫയെ കൊലപ്പെടുത്തിയതെന്നും തെളിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞത്, ആസിഫയെ പല പേർ ബലാത്സംഗം ചെയ്തു. അവളുടെ ശരീരത്തിൽ അതിർത്തി കവിയുന്ന മയക്കുമരുന്നിന്റെ അളവുകൾ കണ്ടെത്തി. അനവധി പീഡനങ്ങൾ അനുഭവിച്ചു മരിച്ച ആ കുഞ്ഞിന്റെ അന്തിമ കർമ്മങ്ങൾ ആ ഗ്രാമത്തിൽ നടത്താൻ ഗ്രാമവാസികൾ എതിർത്തു. അതിനാൽ വേറെ വഴിയില്ലാതെ 7 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്തി. പക്ഷേ കേസ് അവിടെയും അവസാനിച്ചില്ല. 2019 ഒക്ടോബർ മാസം 22 ജമ്മു കോടതിയിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ടീമിനെതിരെ തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്തു. കാരണം സഞ്ജിറാമിന്റെ മകൻ വിശാലിന് അനുകൂലമായി വ്യാജ തെളിവുകൾ സൃഷ്ടിച്ച് അവനെ രക്ഷപ്പെടുത്തിയതിന്. ഇത് പുറത്തറിഞ്ഞതോടെ വീണ്ടും വിശാലിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. കൂടാതെ ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ പരിശോധനയിൽ അവന്റെ പ്രായം 19 വയസ്സാണെന്നും സ്ഥിരീകരിച്ചു. അതിനാൽ അവനെതിരെ വീണ്ടും കേസെടുത്തു. ഈ കുറ്റകൃത്യം 2018 ജനുവരി മാസമായിരുന്നു നടന്നത്. എന്നാൽ 2018 ഏപ്രിൽ മാസത്തിൽ ചാർജ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുന്നത് വരെ കത്വ മേഖലയ്ക്ക് പുറത്ത് ആർക്കും ഈ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഏപ്രിൽ മാസത്തിൽ വാർത്ത പുറത്തു വന്നതോടെ ജമ്മുവിലെ മാധ്യമങ്ങൾ ഇതെല്ലാം അവഗണിച്ചു. എന്നാൽ കാശ്മീരിൽ ഇത് വലിയ പ്രതിഷേധങ്ങളായി മാറി. സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് ഫോർ ആസിഫ ട്രെൻഡായി. ഇന്ത്യ മുഴുവനും ജാതി, മതം, ഭാഷ എന്നിവയെ മറികടന്ന് എല്ലാവരും ആ 8 വയസ്സുകാരിയുടെ നീതിക്കായി ശബ്ദമുയർത്തി. ഈ ശബ്ദം രാജ്യങ്ങൾ കടന്ന് ലോകമാകെ പടർന്നു. ഇതെല്ലാം നടക്കുമ്പോഴും തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും ചില മത തീവ്രവാദികൾ പ്രതികൾക്ക് പിന്തുണ നൽകുകയായിരുന്നു. എല്ലാ മതങ്ങളും പറയുന്നത് സ്നേഹം, സമാധാനം, ശീലബദ്ധതയൊക്കെയാണ്. ഒരു മതവും മറ്റൊരു മതത്തെ വേദനിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ചിലർ മതവൈരാഗ്യം ഉണർത്തി അതിൽ സ്വാർത്ഥരായി ജീവിക്കുകയാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മതം അതെന്താണെന്ന് പോലും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ നശിപ്പിക്കുകയും
ഒരു സമൂഹത്തെ ഭീഷണിപ്പെടുത്തുകയും ഇന്ത്യയുടെ സാർവഭൗമത്വത്തെ ചവിട്ടിമതിക്കുകയും ചെയ്ത ഈ കുറ്റവാളികൾക്ക് നൽകിയ ശിക്ഷ നിങ്ങൾക്ക് ന്യായമായി തോന്നുന്നുണ്ടോ? പ്രായപൂർത്തിയാകാത്തവൻ എന്ന് പറഞ്ഞ് ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം ചെയ്തവനെ രക്ഷിച്ചത് ശരിയാണോ? ഒരു പ്രദേശത്തെ കുറ്റവാളികൾക്ക് മതത്തിന്റെ പേരിൽ ഒരുപാട് പിന്തുണ ലഭിച്ചെങ്കിൽ പോലും ഇന്ത്യ മുഴുവനും ജാതി, മതം, ഭാഷ ഇവയൊന്നും നോക്കാതെ ഒരുമിച്ച് ചേർന്ന് ആസിഫയ്ക്ക് വേണ്ടി നീതിക്കായി ശബ്ദമുയർത്തിയപ്പോൾ ഇന്നും മനുഷ്യത്വം ജീവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു കാര്യത്തിൽ കേരളത്തെ നമുക്ക് നല്ലൊരു ഉദാഹരണമായി പറയാം. എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന സംസ്കാരം നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്ത്യ പീനൽ കോഡ് അനുസരിച്ചാണ് നീതി നടപ്പിലാക്കുന്നത്. പക്ഷേ 2019 വരെ കാശ്മീരിൽ ഏത് നിയമമാണ് നടപ്പിലുണ്ടായിരുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള കേസുകൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.